നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മെയ് മാസം 19 ചൊവ്വാഴ്ച ദിവസം, നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. UDF സർക്കാരിന്റെ ആദ്യ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. UDF മുന്നോട്ട് വെച്ച 5 ഗ്യാരണ്ടികളിൽ 2 നടപ്പാക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കും. ഇതിന്റെ വിശദാംശങ്ങൾ പിന്നാലെ അറിയിക്കും. വയോജനങ്ങൾക്കായി പുതിയ വകുപ്പ് രൂപീകരിക്കും. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായാണ് ഈ ഒരു നടപടി. ആശമാർക്ക് നൽകിയ ഉറപ്പ് പാലിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാക്ക് പാലിക്കുക എന്നത് വിശ്വാസ്യതയുടെ ഭാഗമാണ്. ആശാ വർക്കർമാരുടെ ഓണറേറിയം ആദ്യഘട്ടത്തിൽ 300 രൂപ വർദ്ധിപ്പിച്ചു. റിട്ടയർമെന്റ് ബെനിഫിറ്റ് 1 മാസത്തിനുള്ളിൽ തീരുമാനിച്ച് പ്രഖ്യാപിക്കും. വിരമിക്കൽ ആനുകൂല്യം 1 മാസത്തിനകം തീരുമാനിക്കും. ആശമാരുടെ നിലവിലെ ഓണറേറിയം 9,000 എന്നത് 12,000 രൂപയാക്കും. അങ്കണവാടി ജീവനക്കാർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കും. പാചക തൊഴിലാളികളുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിച്ചു. പാചക തൊഴിലാളികൾക്കും പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ വീതം വർദ്ധിപ്പിച്ചു. നിയമസഭാ സമ്മേളനം മെയ് 21 തുടങ്ങും. 21 MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കും. 22 സ്പീക്കറെ തിരഞ്ഞെടുക്കും. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. മുതിർന്ന നിയമസഭാംഗം G. സുധാകരൻ പ്രോ ടേം സ്പീക്കറാകും. അഡ്വക്കേറ്റ് ജനറലായി ജയ്ജു ബാബുവിനെയും ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനായി T. അസഫ് അലിയെയും നിശ്ചയിച്ചു. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ പ്രതിഷേധിച്ചവരെ തലക്കടിച്ച സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കും. സെക്രട്ടേറിയറ്റിലെ മാധ്യമ വിലക്ക് പരിശോധിച്ച് തീരുമാനിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, യാത്രക്കാരോട് KSRTC ജീവനക്കാർ മാന്യമായി പെരുമാറണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ. മാറുന്ന കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് യാത്രക്കാരെ വെറും സേവനം സ്വീകരിക്കുന്നവരായി കാണാതെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ മാന്യരായ ഉപഭോക്താക്കളായി കണ്ട് അവർക്ക് അർഹമായ പരിഗണനയും ബഹുമാനവും നൽകാൻ KSRTC ജീവനക്കാർ സന്നദ്ധരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ്. ഓരോ യാത്രക്കാരനും നൽകുന്ന മികച്ച യാത്രാനുഭവമാണ് സ്ഥാപനത്തിന്റെ ബ്രാൻഡ് മൂല്യം ഉയർത്തുന്നത്. ബന്ധുക്കളുടെ സമയനിഷ്ഠയ്ക്കൊപ്പം ജീവനക്കാരുടെ വിനയവും സേവന സന്നദ്ധതയും പൊതുജനങ്ങളെ KSRTC സേവനങ്ങളിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വർധനവിനെ സംബന്ധിച്ച് നിലവിൽ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. ഇപ്പോൾ 1 മാസത്തെ ലഭിക്കുവാനുണ്ട്. 2000 രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാനുള്ളത്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1 മാസത്തെ കുടിശ്ശികയും ചേർത്ത് 2 മാസത്തെ 2000 രൂപയും ലഭിക്കാനുണ്ട്. തീർച്ചയായും അടുത്ത് തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ കുടിശ്ശികയില്ലാതെ കൊടുത്തു തീർക്കാനായിരിക്കും സർക്കാരിന്റെ പ്രഥമ പരിഗണന. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.